പുഷ്പ എന്നതൊരു പേരല്ല. പിന്നെന്താ, സ്ഥലമാണോ? പുഷ്പ ഒരു ബ്രാൻഡാ. ആ ശരി തുടങ്ങി അവള് സിനിമ ഡയലോഗ് പറയാം. ഇന്നലെ എങ്ങാണ്ട് പോയി സിനിമ കണ്ടെന്ന് തോന്നുന്നു. ഇനി ഇവൾ ഒരാഴ്ചത്തേക്ക് ആ സിനിമയുടെ ഡയലോഗും പറഞ്ഞു നടക്കും. അതുകൊണ്ട് മൈൻഡ് ആക്കാതിരിക്കുന്നതാ നല്ലത്. പുഷ്പ 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 പുഷ്പരാജ്. മൈൻഡ് ആക്കണ്ട. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. മാത്സിൽ ഹോംവർക്ക് ഉണ്ടോ എന്തോ? മല്ലികവാണന്റെ അമ്പുകളോ നിന്നുകൊണ്ടോ മൈൻഡ് ആക്കണ്ട, എന്തായാലും പാടിക്കോട്ടെ. പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട. അതിന് ഞാനൊന്നും കരുതുന്നില്ലേ. ഇന്റർനാഷണൽ. ഓ, പുഷ്പ എന്നാൽ ഫ്ലവർ ആണെന്ന് വിചാരിച്ചോ? ഞാനൊന്നും വിചാരിച്ചിട്ടില്ലേ. ഫയർ അല്ലേ? അല്ല, വൈൽഡ് ഫയർ. വേഗം മിസ് വന്ന് ക്ലാസ് തുടങ്ങിയാ മതിയായിരുന്നു. എനിക്ക് അർഹതപ്പെട്ട ക്യാഷ്, അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് ആ പുഷ്പയുടെ പോളിസി. ടിഷ്യൂ ടിഷ്യൂ ടിഷ്യൂ. അയ്യോ, ഇവക്ക് സിനിമ കണ്ടു വട്ടായേ, ഓടി വരണേ.